ഹലോ, ജിഞ്ചർ ഗാർലിക് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്നൊരു അടിപൊളിയായിട്ടൊരു കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പം നമ്മുടെ യൂട്യൂബിലേക്ക് ട്രെൻഡിങ് ആയിട്ടുള്ള ആലിയ ഭട്ട്സിൻ്റെ അവരുടെ ഫേവറേറ്റ് കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ അരിച്ച് വേണം എടുക്കാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് മൈദ, പിന്നെ 1 ടീസ്പൂണിലും താഴെ അളവിൽ 1 ടേബിൾ സ്പൂണിലും താഴെയായിട്ട് നമുക്ക് കോൺഫ്ലവർ വേണം. 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലതുപോലെ അരിച്ചെടുക്കണം. അപ്പോൾ ഞാനിന്ന് അരിച്ചെടുത്തിട്ട് കാണിക്കാം. അപ്പോൾ നമ്മളിവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഇനി നമുക്ക് വേറൊരു ബൗൾ എടുക്കുക. ആ ബൗളിനകത്തേക്ക് നമ്മൾ മുട്ടയുടെ വെള്ളയും മഞ്ഞയും സെപ്പറേറ്റ് ചെയ്താണ് എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ വെള്ളയും മഞ്ഞയും കൂടി സെപ്പറേറ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ കുറച്ചൊക്കെ ഒന്ന് വെള്ളയിലേക്ക് ആയിട്ടുണ്ട്. അത് കുഴപ്പമില്ല. ഈ മുട്ടയുടെ വൈറ്റിൻ്റെ അകത്തേക്ക് നമ്മൾ 3/4 കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പം ഞാനീ പറയുന്ന അളവിന് തന്നെ ചെയ്യുവാണെങ്കിൽ കറക്റ്റ് മധുരം എല്ലാം കറക്റ്റ് ഇതാണ്. 3/4 കപ്പ് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മളിത് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ആ പഞ്ചസാരയും മുട്ടയുടെ വെള്ളയും കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സായി വരണം. നമ്മൾ വിസ്ക് വെച്ചിട്ടൊക്കെ ഒന്ന് മിക്സ് ചെയ്യാൻ നോക്കിയാൽ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് ബീറ്റർ ഉണ്ടെങ്കിൽ അതാണ് ഈസി. അപ്പോൾ ഞാനിവിടെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മുട്ടയുടെ മഞ്ഞ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ അകത്തേക്ക് 1 ടീസ്പൂൺ അളവിൽ നമ്മൾ നമ്മുടെ വാനില എസൻസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മുട്ടയുടെ മഞ്ഞയും 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. വാനില എസൻസും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ആ മുട്ടയുടെ ഒരു സ്മെല്ലൊക്കെ അങ്ങോട്ട് നമുക്ക് മാറിക്കിട്ടും. നമുക്ക് അതിൻ്റെ പ്രത്യേക സ്മെല്ലുണ്ടല്ലോ, അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മുടെ മുട്ടയുടെ വെള്ളം മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇതിനെ നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ നല്ലതുപോലെ ഇതിൻ്റെ കളറെല്ലാം ചേഞ്ചായി വരും. അപ്പോൾ അതുവരെ നമ്മൾ ബീറ്റ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുക. ഞാൻ കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്കത് കിട്ടണം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് പിന്നെ അരിച്ച് വെച്ചിട്ടില്ലേ അത് നമ്മൾ കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ പൊടി ഇട്ട് കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഒരു 1/4 കപ്പ് അളവിൽ പാലും 1/4 കപ്പ് അളവിൽ നമ്മുടെ ഓയിൽ എന്ന് പറഞ്ഞാൽ സൺഫ്ലവർ ഓയിലോ ഏത് റിഫൈൻഡ് ഓയിൽ ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ അതും കൂടി ഈ സമയത്തൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പാലും ഓയിലും ഒരേ അളവിനാണ് എടുത്തേക്കുന്നത്. 1/4 കപ്പ് പാലും 1/4 കപ്പ് ഓയിലും കൂടെയാണ്. ഇനി അതിനൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ആ പൊടി നമ്മൾ ഇട്ട് കൊടുത്തില്ലേ അതിൻ്റെ കൂടെ ഇതും കൂടെ കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് വേണം ആ പൊടി മിക്സ് ചെയ്തെടുക്കാൻ. ഇനി നമുക്കിതിനെ ഒരു സ്പാച്ചിൽ എടുത്തിട്ട് സാവകാശം വേണം ഇത് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത്. നല്ലതുപോലെ എല്ലാ പൊടിയും അതിൻ്റെ അകത്ത് മിക്സായി വരണം. നമ്മൾ വീണ്ടും ആ പാലിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കുക. പാലും ഓയിലും കൂടെ ഉള്ള മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും പൊടി ഇട്ട് കൊടുക്കുക. വീണ്ടും നമ്മൾ പതിയെ മിക്സാക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു ട്രേയിലേക്ക് മാറ്റാം. അപ്പോൾ നമുക്കിത് ഒത്തിരി പൊങ്ങി വരുന്ന ടൈപ്പ് കേക്കല്ല. നമുക്ക് അതുകൊണ്ട് 8 ഇഞ്ചിൻ്റെ ട്രേ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ബട്ടർ പേപ്പർ വെച്ചിട്ട് ബട്ടർ പേപ്പറിൻ്റെ പുറമേയും ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ
ബാറ്റർ ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബബിൾസൊക്കെ പോയി. ഞാനിപ്പോൾ എനിക്ക് വീട്ടിൽ ഓവനൊന്നുമില്ല, അപ്പോൾ ഞാൻ പാനിൻ്റെ അകത്താണ് വെക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ളൊരു പാൻ എടുക്കുക, അതിനെ 10 മിനിറ്റ് ടൈമിൽ പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കുക, ലോ ഫ്ലെയിമിൽ പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ട്രേ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഒരു മൂടി വെച്ച് നല്ലതുപോലെ കവർ ചെയ്ത് വെച്ചാൽ മതി. ഒരു 20 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ കേക്ക് നമുക്ക് ഏകദേശം റെഡിയായി കിട്ടും. അപ്പോൾ ഇത് അടുത്തതെന്ന് പറഞ്ഞാൽ ഈ കേക്കിലൊരു പ്രധാന ഇൻഗ്രീഡിയൻ്റാണ് പാലിൻ്റെ ഒരു ക്രീം ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് പാല് ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ അത് കഴിഞ്ഞിട്ട് ആഡ് ചെയ്തേക്കുന്നത് 1 കപ്പ് ഫ്രഷ് ക്രീമാണ്. ഇനി നമുക്ക് മധുരത്തിനായിട്ട് കണ്ടൻസ്ഡ് മിൽക്കാണ് യൂസ് ചെയ്യുന്നത്. ഇതാണ് ഈ കേക്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതാണ് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിലാണ് നമ്മുടെ കേക്ക് കുതിർത്തി നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ കണ്ടൻസ് മിൽക്ക് അത്യാവശ്യം കൂടുതൽ തന്നെ ഒഴിച്ചു കൊടുക്കണം. 1.5 കപ്പ് പാല്, 1 കപ്പ് ഫ്രഷ് ക്രീം, പിന്നെ നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്ക്. ഇനി ഇതിനെ ഒന്നുകിൽ ഒരു മിക്സിയിൽ നമുക്കൊന്ന് അടിച്ചെടുക്കാം, അല്ലെങ്കിൽ ഇതുപോലൊരു വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്തെടുത്താലും മതി. ഞാൻ ഇപ്പോൾ വിസ്ക് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. ഇനി ഇതിനെ നമുക്ക് ഫ്രിഡ്ജിൽ കുറച്ച് നേരം തണുപ്പിക്കാൻ വേണമെങ്കിൽ വെക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ പുറത്ത് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ കുഴപ്പമില്ല, ഞാനിപ്പോൾ പുറത്തേക്ക് മാറ്റി വെച്ചിരിക്കുന്നതാണ്. ഇനി വീണ്ടും നമ്മൾ വേറൊരു ബൗൾ എടുക്കുക. അതിൻ്റെ അകത്തേക്ക് നമുക്ക് നമ്മുടെ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ 1/2 കപ്പ് അളവിലാണ് ഞാൻ വിപ്പിംഗ് ക്രീം എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്കതിനെ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ കേക്ക് എന്തായെന്ന് നോക്കാൻ വിട്ടുപോകരുത്. ഒരു 10, 15, 20 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് റെഡിയായി കിട്ടും. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഒരു ടൂത്ത് പിക്കോ എന്തെങ്കിലും വെച്ചൊന്ന് കുത്തി നോക്കുക. അപ്പോൾ അത് ക്ലിയറായിട്ട് തിരിച്ചെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ കേക്ക് ഓക്കെ ആയെന്നാണ്. അപ്പോൾ ഞാനിപ്പോൾ നല്ലതായിട്ട് വിപ്പിംഗ് ക്രീം അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കേക്കും റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ തണുത്ത് കിട്ടിയിട്ട് വേണം ഡീമോൾഡ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഡീമോൾഡ് ചെയ്തിട്ടുണ്ട്. ഇനി ആ ബട്ടർ പേപ്പർ നമുക്കൊന്ന് റിമൂവ് ചെയ്യാം. കണ്ടോ? ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ സൈഡും എല്ലാം കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഗസ്റ്റിന് കൊടുക്കാനൊന്നും അല്ല, വീട്ടിൽ പിള്ളേർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് സൈഡൊന്നും കട്ട് ചെയ്തിട്ടില്ല, മേൽഭാഗം മാത്രമേ ക്ലിയർ ചെയ്തിട്ടുള്ളൂ. ഇനി നമ്മളൊരു ഫോർക്ക് ഉപയോഗിച്ച് ഇതിൽ നിറയെ ഇങ്ങനെ കുത്തി കൊടുക്കുക. അതായത് നമ്മുടെ ആ പാലിൻ്റെ മിക്സ് നമ്മൾ ഇതിൽ നല്ലതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് കേക്ക് ആ പാൽ അബ്സോർബ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കുത്തി കൊടുക്കുന്നത്. ഫോർക്കോ അല്ലെങ്കിൽ ഒരു കത്തി ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്താലും മതി. ഇനി നമ്മൾ ഈ പാലിൻ്റെ ആ മിക്സ് ഇതിൽ ഫുൾ ഒഴിച്ചു കൊടുക്കുക. പാല് ഫുള്ളായിട്ട് ഒഴിക്കാനല്ല, ഫുൾ ഇതിൻ്റെ അബ്സോർബ് ചെയ്യത്തക്ക രീതിയിൽ അത്യാവശ്യം രീതിയിൽ തന്നെ പാല് ഒഴിച്ചു കൊടുക്കുക. എല്ലാ സൈഡിലും നല്ലതുപോലെ കുതിർന്ന് കിട്ടത്തക്ക രീതിയിൽ വേണം ചെയ്യാനായിട്ട്. എന്നിട്ട് നമ്മൾ ഇതിനെ കുറച്ച് സമയം ഫ്രിഡ്ജിലേക്ക് വെക്കുക. എന്നിട്ടൊന്ന് തണുപ്പിച്ചെടുത്തതിന് ശേഷം ഉള്ളതാണ്. ഞാനിപ്പോൾ തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വിപ്പിംഗ് ക്രീം ഇതിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒരു 1/2 കപ്പ് അളവിൽ തന്നെ വിപ്പിംഗ് ക്രീം ആവശ്യമുള്ളൂ. അപ്പോൾ എല്ലായിടത്തേക്കും ആക്കി റെഡിയാക്കി എടുക്കുക. അപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ ചെറിയും ബ്ലൂബെറിയും അങ്ങനത്തെ ഐറ്റം ഒന്നും ഉണ്ടായില്ല. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് വെച്ചിട്ട് ഞാൻ എൻ്റേതായ രീതിയിലൊന്ന് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മടി കാണിക്കരുത്. ഇനി നമ്മളിതിനെ ഏകദേശം 1 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം.
അപ്പൊ നമ്മുടെ കേക്ക് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഉണ്ടോ? എന്റെ കേക്ക് അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന്റെ അകത്തേക്ക് നമ്മുടെ പാല് മിക്സില്ലേ അതും കൂടെ ഇതിന്റെ സൈഡിലായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അതിന്റെ മേളിൽ ഒഴിച്ചാലും കുഴപ്പമില്ല. ഉണ്ടോ? ഇനി ഇത് നമ്മളിങ്ങനെ ഉണ്ടോ ഇങ്ങനെ കഴിക്കണം. അപ്പൊ ഓക്കെ, താങ്ക് യു.